ഹലോ നമസ്കാരം. ഇന്ന് 3 കേക്ക്സ് ഞാൻ ഈ റീലിൽ കാണിക്കുന്നുണ്ട്. 2 മാംഗോ ഡിലൈറ്റ്സും ഒരു ലെമൺ കേർഡ് കേക്കും. ആദ്യത്തെ കേക്ക് ആർക്ക് വേണ്ടി ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. പിന്നത്തത് അശ്വതിക്കും പിന്നെ ലെമൺ കേർഡ് അനീസിനുമാണ്. ഞാൻ പറയണ പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കത്തുകളാണ്, അതായത് ലെറ്റേഴ്സ്. ഒരു കാലത്ത് ഒരുപാട് പേര് ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന കാര്യമായിരുന്നു ലെറ്റേഴ്സ് റിസീവ് ചെയ്യണതും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് മനസ്സ് തുറന്ന് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് കത്തുകൾ എഴുതുന്നതും. ഇന്നത്തെ കുട്ടികൾക്ക് ഒട്ടും മനസ്സിലാവില്ലെങ്കിലും പണ്ട് വെക്കേഷൻ സമയത്തൊക്കെ ഞാനൊക്കെ പോസ്റ്റ്മാനെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മളൊരു കത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എഴുതി കാണും, അത് അവർക്ക് റിസീവ് ചെയ്യേണ്ട സമയവും നമുക്ക് ഏകദേശം അറിയാം. അത് കഴിഞ്ഞ് അവരൊരു റിപ്ലൈ നമുക്ക് തരും എന്നുള്ളതും അത് ഏകദേശം ഇന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് എത്തും എന്നുള്ളതും നമുക്കറിയാം. എന്നിട്ട് നമ്മളിങ്ങനെ പോസ്റ്റ്മാന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇക്കൂട്ടത്തിൽ ലവ് ലെറ്റേഴ്സും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കത്തൊക്കെ വരുന്ന ദിവസം ആ പരിസരത്തെ ഒരു മനുഷ്യനുണ്ടാവരുതേ പോസ്റ്റ്മാൻ വരുമ്പോൾ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ലവ് ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ ചെറിയച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ ഇടയ്ക്ക് വീണ്ടും തിരിച്ചു പോയി. ആ സമയത്ത് കത്ത് വന്നു. അച്ഛനാണെങ്കിൽ മാസത്തിൽ 1-2 തവണയൊക്കെ ചെറിയച്ഛൻ്റെ കത്ത് വരാറുള്ളതാണ്. ഇളം നീല നിറത്തിൽ നീണ്ട എൻവലപ്പിൽ ഫോറിൻ സ്റ്റാമ്പ് പൊട്ടിച്ച് വരുന്ന കത്ത്, അത് അച്ഛന് വരുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടിയ ഉടനെ ഞാനത് പൊട്ടിച്ച് അച്ഛൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ വായിക്കുകയാണ്. ചെറിയച്ഛൻ്റെ കത്താണല്ലോ. പക്ഷേ ആദ്യത്തെ വരിയിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പം തന്നെ അച്ഛൻ കത്ത് മടക്കിയിട്ട് ഇത് ചെറിയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കല്യാണത്തിൻ്റെ അവധി കഴിഞ്ഞ് ജോലിക്ക് പോയ ഭർത്താവ് സ്നേഹം നിറച്ച് ഭാര്യയ്ക്ക് എഴുതിയ കത്ത് പൊട്ടിച്ച് വായിച്ച ഞങ്ങളുടെ അവസ്ഥയും അതറിഞ്ഞ അവരുടെ അവസ്ഥയും അത് പിന്നെ പ്രത്യേകിച്ച് എന്തായിരിക്കും എടുത്ത് പറയണ്ടല്ലോ. 10th വെക്കേഷൻ സമയത്താണ് ഞാനൊക്കെ ധാരാളമായിട്ട് കത്ത് എഴുതാൻ തുടങ്ങിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അശ്വതി ഗോപിനാഥ്. അശ്വതിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ കത്ത് എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്തതും അശ്വതിയുടെ കത്തുകൾ തന്നെയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അശ്വതി എവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇംഗ്ലണ്ടിലൊന്നും എഴുതിയാൽ നമുക്ക് തികയില്ല. ഞാനൊക്കെ ചെയ്യാറുള്ളത് A4 സൈസിൽ കുറേ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അതിലങ്ങോട്ട് തുടങ്ങും. ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് വിശേഷങ്ങൾ അങ്ങോട്ട് നിരത്തി. ഇതിപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ എഴുതൂട്ടോ ഇങ്ങനെ. ഇത് കൊള്ളണ എൻവലപ്പൊന്നും വന്ന് കിട്ടില്ല. അപ്പോൾ പിന്നെ എൻവലപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു യാത്രയൊക്കെ ഉണ്ട്. ഇതൊക്കെ രസമുള്ള സംഭവമായിരുന്നു എന്നുള്ളത് ഇപ്പം അതൊന്നും ഇല്ലാത്ത ഈ കാലത്താണ് ശരിക്കും മനസ്സിലാവുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം. ചില കത്തുകളൊക്കെ ഇന്നും നമ്മൾ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടാവും. എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട്. എൻ്റെ ബ്രദർ PGക്ക് തിരുവല്ലയിൽ പഠിച്ചിരുന്നത്. ആ സമയത്ത് അവൻ എഴുതിയ കത്തുകളൊക്കെ അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് ആ യാത്രയിൽ കണ്ട എല്ലാ കാഴ്ചകളും വിവരിച്ചുകൊണ്ട്, ആ സൂര്യോദയം വിവരിച്ചുകൊണ്ടൊക്കെ അവൻ അമ്മയ്ക്ക് എഴുതിയത് അത് ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവമാണ് നമുക്ക് ആ കത്ത് വായിച്ചാൽ കിട്ടുന്നത്. ശരിക്കും കത്തുകളിലൂടെ നമ്മൾ എത്രമാത്രം മനസ്സിൽ ഉള്ള കാര്യങ്ങൾ, കണ്ട കാഴ്ചകളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. പേനയും അക്ഷരങ്ങളും ചേർത്തുണ്ടാക്കിയ കണ്ണാടികളായിരുന്നു ഓരോ കത്തുകളും.